വിശദമായി നോക്കാം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെടുത്തു. കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് റിജോ മൊഴി നൽകി. കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ ഇവരെല്ലാം പല സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥന്മാരാണ്. ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ടായിരുന്നു. ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയും ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലുള്ളൂ. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത്. അയാൾ പറയും 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്കൊക്കെ അറിയാം. ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യുക. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. ഇരിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചത് വീട്ടിൽ നിന്നാണ്. അയാളുടെ വീട്ടുമുറ്റത്തുനിന്നാണ് ഞാൻ കേട്ടത്. അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓവർ കോൺഫിഡൻസ് ആണ് ഈ പ്രതിക്ക് വിനയായത് എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും ആസൂത്രിതമായി നടത്തിയ ഒരു പകൽ കൊള്ള ഏറ്റവും ഒടുവിൽ പ്രതി പിടിയിലാകുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അതും ബാങ്കിന് ഏറ്റവും അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തി. ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? ഈ ചോദ്യം ചെയ്യലൊക്കെ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഒരു ഏതാണ്ട് 36 മണിക്കൂറിനകം അതിൽ ഒരു വലിയ നിരീക്ഷണങ്ങളും എല്ലാത്തിനും ശേഷമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്രതി ഇപ്പോൾ റിജോ ആന്റണിയെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പ്രതിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അയാളുടെ ഒരു പുറമേക്ക് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയില്ല എങ്കിൽ കൂടിയും ഇദ്ദേഹത്തിലേക്ക് അയാളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ആദ്യഘട്ടത്തിൽ ഇയാള് പോലീസിനെ ഒന്ന് വട്ടം കറക്കിയെങ്കിലും പക്ഷെ പോലീസിന് ഒരു സൂചനകളിലേക്ക് ഇയാളിലേക്ക് എത്തുന്നു. അത് ചില ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ പ്രതിയെ വീട്ടിൽ തന്നെ ആശാരിപ്പാറയിലുള്ള വീട്ടിൽ തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് തന്റെ കടം വീട്ടാൻ വേണ്ടിയാണ് ഈ തുക ഈ ബാങ്ക് കൊള്ളയടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 10 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെടുത്ത നോട്ട് കെട്ടുകൾ അത് ബാങ്കിൽ നിന്നുള്ള അതേ ബണ്ടിലുകൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാമ്പ്ര ഭാഗത്ത് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോലീസ് സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ അടക്കം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളിലേക്ക് ചില സൂചനകൾ വഴി ഇയാളിലേക്ക് എത്തിയിരുന്നു. ഇയാളുടെ മൊബൈൽ ഇതിന്റെ വിശദാംശങ്ങൾ, ടവറിന്റെ വിശദാംശങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് വീട്ടിലേക്ക് ചെല്ലുകയും ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യലുകൾ നടന്നു വരികയാണ്. ഏതായാലും പ്രതി മലയാളി തന്നെയാണ് എന്നൊരു സൂചനകൾ തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ടായിരുന്നു. ഹിന്ദി സംസാരിച്ചത് ബോധപൂർവം തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണെന്ന് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്കമാലി ഭാഗത്തേക്ക് വാഹനം പോയി എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതും പോലീസിനെ കബളിപ്പിക്കാൻ തന്നെയായിരുന്നു. പിന്നീട് തിരിച്ചെത്തുകയും പിന്നീട് പോലീസ് തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചത്. കാരണം ഇത് ബാങ്കിനെ കുറിച്ച്, അതിന്റെ ഇടപാട് സമയത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ്, ഒരു അപരിചിതനല്ല ഇതിനകത്തേക്ക് വന്ന് കയറിയത് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയടക്കം ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുകയും ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ
ഒരു ആളിലേക്ക് എത്താനായിട്ട് ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് അതിനെല്ലാം തന്നെ സഹായകരമായിരുന്നു. അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് ചുറ്റുപാടും നിരീക്ഷണത്തിലേക്ക് എല്ലാം തന്നെ ഇയാളെ കൊണ്ടുവരുവാനും സാധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു, അത് വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഇയാൾക്ക് ആരെങ്കിലും സഹായം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും അതിൽ അന്വേഷണം തുടരുകയാണ്. മണിക്കൂറുകൾ, ദിവസങ്ങൾ പോലീസിനെ വട്ടം കറക്കിയ ഒരു പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്, അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമടക്കം നടക്കുന്നില്ല എന്നെല്ലാ പഴികളും കേൾക്കുമ്പോഴും വളരെ നിശബ്ദമായിട്ടുകൊണ്ട് തന്നെ പ്രതിയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലേക്ക് അടക്കം പോലീസിനെ കഴിഞ്ഞിരുന്നു എന്ന് കൂടി വെളിപ്പെടുകയാണ്. കാരണം വിവാദങ്ങളോട് പ്രതികരിക്കാതെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ മുന്നോട്ട് പോയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.